കാലാവസ്ഥ വളരെയേറെ മോശമായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. കാലാവസ്ഥ മോശമാകുമ്പോൾ നമുക്കൊക്കെ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മുടെയൊക്കെ വീടിന്റെ അടുത്ത് അന്നന്നത്തെ അന്നത്തിനു വേണ്ടി ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടാകും. മരം കയറ്റക്കാര്, മരം മുറിക്കുന്ന ആളുകൾ, അതുപോലെ പെയിന്റ് അടിക്കുന്ന ആളുകൾ, നിർമ്മാണ തൊഴിലാളികൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, വാഹനങ്ങൾ ഓടിക്കുന്ന ആളുകൾ, അതുപോലെ ഓരോ ദിവസത്തെയും വരുമാനത്തിനു വേണ്ടി ജോലി ചെയ്യുന്ന ആളുകളൊക്കെ നമ്മുടെ അടുത്ത് താമസിക്കുന്നുണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം ജോലി ഇല്ലാതായാൽ ഒരുപക്ഷെ ആ വീട് പട്ടിണിയായി പോകും, പ്രയാസപ്പെട്ടു പോകും. തുടർച്ചയായി കാലാവസ്ഥ ഇങ്ങനെ പ്രയാസപ്പെട്ടു നിൽക്കുമ്പോൾ നമ്മുടെയൊക്കെ അടുത്തുള്ള വീടുകളിൽ നമ്മളൊക്കെ ഒന്ന് അന്വേഷിക്കണം. നമ്മളൊക്കെ മുഅ്മിനീങ്ങളാണല്ലോ. ആ വീട്ടിൽ ഭക്ഷണമുണ്ടോ എന്ന് അന്വേഷിക്കണം. അവർക്ക് എന്തെങ്കിലും സഹായം വേണമോ എന്ന് അന്വേഷിക്കണം. നമ്മുടെ നാട്ടിൽ നമ്മുടെ സഹോദരങ്ങളായി ജീവിക്കുന്ന ആരും പട്ടിണി കിടക്കരുത്, പ്രയാസപ്പെടരുത്. ചിലപ്പോ മരുന്ന് വാങ്ങാൻ അവരുടെ അടുത്ത് പൈസ ഉണ്ടാവില്ല. പൈസ ഉണ്ടോ എന്ന് അന്വേഷിക്കണം. അവർ ചിലപ്പോ അഭിമാനം കൊണ്ട് നമ്മോട് ചോദിച്ചു വരണം എന്നില്ല. ഒരുപാട് ആളുകൾ അന്നന്നത്തെ അന്നത്തിനു വേണ്ടി അധ്വാനിക്കുന്നവർ നമ്മുടെയൊക്കെ നാട്ടിലുണ്ട്. അവരെ നമ്മൾ കണ്ടറിഞ്ഞ് സഹായിക്കണം. അല്ലെങ്കിൽ ആരെങ്കിലും പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ നമ്മളൊക്കെ അവരെ സഹായിക്കണം. നാട്ടിലുള്ള സന്നദ്ധ സംഘങ്ങളൊക്കെ ഏതെങ്കിലുമൊക്കെ ചോർന്നൊലിക്കുന്ന വീടുകളുണ്ടെങ്കിൽ ഈ ശക്തമായ മഴയിൽ അവരുടെ മേൽക്കൂര ഒന്ന് നന്നാക്കി കൊടുക്കണം. ആവശ്യമായ ഏതെങ്കിലുമൊക്കെ പ്ലാസ്റ്റിക്കുകൾ, ഫ്ലക്സുകൾ, നമ്മുടെയൊക്കെ നാട്ടിലൊക്കെയുള്ള വലിയ ഫ്ലക്സുകളൊക്കെ അഴിച്ചെടുത്താൽ പല വീടുകളും മേയാൻ പറ്റും. ഫ്ലക്സുകൾ അതുപോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി പാവങ്ങളായ ആളുകളുടെ വീട് അത് സൗകര്യപ്പെടുത്തി കൊടുക്കണം. എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ കൈ പിടിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മുഅ്മിനീങ്ങൾ എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തമാണത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാട്ടിലെ യുവാക്കളും നാട്ടിലെ ഈമാനുള്ള മനുഷ്യരൊക്കെയും അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധയുള്ള ആളുകളാകണം. അല്ലാഹു തആല എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും നമുക്ക് മാറ്റിത്തരുമാറാകട്ടെ.